ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നേരെ നിർമ്മൽ അഭിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനോട് പറയുന്നുണ്ട് 10 ലക്ഷം രൂപ വേണമെന്ന്. ആ സമയത്ത് അഭി ഞെട്ടുകയാണ്. 10 ലക്ഷം രൂപയോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ നിനക്ക് അതിനേക്കാളും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. നിർമ്മലൊന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. കോള് കട്ടായപ്പോൾ അഭി വിചാരിക്കുന്നുണ്ട്, ഇതാകെ വള്ളിക്കെട്ട് കേസായല്ലോ, ഇതിൽ നിന്ന് എങ്ങനെ ഇപ്പോൾ ഒന്ന് ഊരുന്നത്. അതേസമയം ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഷർട്ടും ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ട് ആദർശ് ആകെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ്. കാരണം ഇന്ന് അർജൻറ്റായിട്ട് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏത് ഷർട്ട് ഇടുന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ വസ്ത്രധാരണം. അങ്ങോട്ടേക്കാണ് നയന വന്നുകൊണ്ടിരുന്നത്. അവൾ വന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇന്നത്തെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ, ഇന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിനാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിൽ ഏത് ഷർട്ട് ഇടണം എന്നൊരു കാര്യത്തിൽ കൺഫ്യൂഷൻ. അങ്ങനെ 3 ഷർട്ട് കൊടുത്തിട്ട് അവൾ ആദർശിനെ മാച്ച് ചെയ്യുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം അവന് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതിട്ടോ. അപ്പോൾ അവനും പറയാണ്, ഇതെൻ്റെ ലക്കി കളറാ. അപ്പം നയന പറയാണ്, എന്തോ ഇതിട്ടാ നന്നാവും എന്ന് എനിക്ക് തോന്നി. ഇന്നേ കോടികളുടെ ഒരു ബിസിനസ് ഡീലാണ് നടക്കാൻ പോകുന്നത്. നടന്നില്ലെങ്കിലേ നഷ്ടം നീ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. അപ്പം നയന ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്, ഇതിട്ടോണ്ട് പോയിക്കോ, ഒരു നഷ്ടവും വരില്ല. വന്നാലോ? അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നേ? വരില്ലാന്ന് ചിന്തിക്കേ. എന്നാലേ നിന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല, നിന്റെ പ്രാർത്ഥന കൂടെ വേണം. അപ്പം അവൾ പറയുന്നുണ്ട്, ആദർശേട്ടനെ എന്തിനിറങ്ങി തിരിക്കുകയാണെങ്കിലും എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും. സാധാരണ ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോഴേ അമ്മയാ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്താറ്. അങ്ങനെയുള്ള ബിസിനസ് മീറ്റിംഗ് ഒക്കെ സക്സസ് ആവാറുമുണ്ട്. ആദർശ് സന്തോഷത്തോടെ പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അമ്മയോട് ചോദിച്ചുകൂടായിരുന്നോ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാൻ? അപ്പോൾ ആദർശ് പറയാണ്, എന്തായാലും നീ ഇതിപ്പോൾ എടുത്ത് തന്നില്ലേ, എന്നിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നുണ്ട്. അപ്പം നയനക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. നയന വരച്ച ഡിസൈൻസൊക്കെ നോക്കിയിരിക്കുകയാണ് ജയൻ. അദ്ദേഹം ദേവയാനിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ നയനമോള് വരച്ച ഡിസൈൻസാ, ഓണം പ്രമാണിച്ച് നല്ല സെയിലാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അല്ലെങ്കിലും ചിങ്ങമാസത്തിൽ നല്ല സെയിലാണ്. അല്ല, ഇത്തവണ അതിൻ്റെ ഇരട്ടിയാണെന്ന് പറയുമായിരുന്നു. എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് നയനമോൾക്കാ കൊടുക്കേണ്ടത്. അതൊന്നും ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പം ജയൻ പറയാണ്, ഇതുപോലൊരു മരുമകളെ കിട്ടിയത് ഭാഗ്യമാണെന്നേ ഞാൻ പറയൂ. ഇനി പുകഴ്ത്തി പുകഴ്ത്തി അവളെ അങ്ങ് ആകാശമുട്ടെ എത്തിക്കേണ്ട, അല്ലെങ്കിൽ തന്നെ അവൾക്ക് 4-5 എല്ല് കൂടുതലാ. അപ്പോഴേക്കും ആദർശം നയനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇന്ന് വലിയൊരു മീറ്റിംഗ് ഉണ്ടല്ലേ, അതിനുവേണ്ടി പോവുകയാണല്ലേ? ആണച്ചാ. അച്ഛാ, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. ഇത് നയനെ സെലക്ട് ചെയ്ത് തന്നതാ, അവൻ അഭിമാനത്തോടെ പറയാണ്. അപ്പോഴേക്കും ദേവയാനിയുടെ മുഖം ദേഷ്യം കൊണ്ട് മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയൻ പറയാണ്, അത് പറ, കളർ സെൻസ് ഉള്ളവർ സെലക്ട് ചെയ്താ അങ്ങനെയാ, പിന്നെ അതേപ്പറ്റി മറ്റുള്ളവരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ദേവയാനി പറയാണ്, എങ്കിലും കുറച്ചുകൂടി നല്ല ഷർട്ട് ഇടായിരുന്നു. പിന്നെ അമ്മ ഇത് നല്ലതാണെന്ന് പറഞ്ഞതോ? ആദർശ് ചോദിക്കുകയാണ്. ഇപ്പം നീ പറഞ്ഞത് മാറ്റി പറയാണോ? ജയൻ ചോദിക്കുന്നുണ്ട്. ഷർട്ടിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കുറച്ചുകൂടി നല്ല ഷർട്ട് ഇടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും ജയൻ പറയുന്നുണ്ട്, ഇത് മതിയടാ മോനെ, നിനക്ക് അത്യാവശ്യം സൗന്ദര്യമുണ്ട്, പിന്നെ ഇതിട്ടപ്പോൾ അത് കുറച്ചുകൂടി കൂടി, അത്രയും മതി. നീ സൗന്ദര്യ മത്സരത്തിനൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഈ കളറേ നിനക്ക് ചേരുന്നതല്ല. എന്ന് വെച്ചാൽ ഈ കളറുള്ള ഷർട്ട് ധരിച്ചുകൊണ്ട് പോകുന്ന ദിവസം നന്നാവാനുള്ള സാധ്യത കുറവാ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ലമ്മേ, പിന്നെ പലപ്പോഴും അമ്മയും ഇത് തന്നെയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തരാറ്. അപ്പോൾ ജയൻ കളിയാക്കുകയാണ്. എന്തായാലും ഇത് നയനമോള് സെലക്ട് ചെയ്ത് തന്നതല്ലേ, അതിൻ്റെ ഒരു നീരസം നിൻ്റെ അമ്മയ്ക്കുണ്ടാവും. അതുകൊണ്ട് നീ പോയിട്ട് വാ മോനെ. അപ്പോൾ ആദർശ് അവരോട് രണ്ടുപേരോട് യാത്ര ചോദിച്ച് അവിടുന്ന് പോവുകയാണ്. നയനയോട് യാത്ര ചോദിച്ചിട്ട് അവരവിടുന്ന് പോകുമ്പോൾ ദേവയാനി നയനോട് അവിടെ നിൽക്കാൻ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നോക്ക്, ഇന്നത്തെ ദിവസം ഈ ഷർട്ടിട്ട് പോയിട്ട് അവൻ്റെ കാര്യങ്ങളൊന്നും നേരെ ആയില്ലെങ്കിൽ പിന്നെ മേലിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ നിൽക്കാൻ പാടില്ല. ഇതോടെ ആ പരിപാടി അങ്ങ് നിർത്തിയേക്കണം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ്. തിരിച്ചൊന്നും മറുപടി പറയാതെ നയന നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം അനി നന്ദുവിൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആദ്യം നന്ദുവിന് അനിയെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ കൂട്ടുകാരോട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അവർ ക്രിക്കറ്റ് കളിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ സമയത്താണ് അനി അങ്ങോട്ടേക്ക് വന്നത്. അപ്പം അവരിലൊരാൾ പറയുന്നുണ്ട്, അനി ഇന്ന് അടിപൊളി കളിയായിരുന്നു, നന്ദുവിന് 4 വിക്കറ്റ് കിട്ടി. ആ സമയത്തൊക്കെ അനിയുടെ മുഖത്ത് ഭയങ്കര വിഷമമാണ്. അപ്പം നന്ദു പെട്ടെന്ന് പറയുന്നുണ്ട്, അനി എന്താ ഗ്രൗണ്ടിൽ വരാത്തത്? നമുക്കൊന്ന് അടിച്ചു പൊളിക്കായിരുന്നല്ലോ. അതെങ്ങനെ വരും നന്ദു, ഇവൻ്റെ കല്യാണമല്ലേ? അപ്പം നന്ദു പറയാണ്, കല്യാണത്തിന് മുമ്പ് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കണ്ടേ. അപ്പം അനി വിചാരിക്കുന്നുണ്ട്, ഇവക്കൊരു വിഷമവും ഇല്ലല്ലോ, അപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതാണോ? അവർ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടോ വിഷമം പോലെ? ഒന്നുമില്ല, കല്യാണം വിളിയൊക്കെ കഴിഞ്ഞോ അനി? ഒരുവിധം, ഞാൻ അധികാരിയൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, എടാ നീ ഞങ്ങളെയൊന്നും വിളിച്ചില്ലല്ലോ, നിന്നെയൊക്കെ എന്തിനാടാ വിളിക്കുന്നത്? വിളിക്കാതെ സ്ഥിരം പോയി സദ്യ ഉണ്ടെന്ന പരിപാടിയല്ലേ നിൻ്റേത്? നന്ദു വെറുതെ കോമഡിയായി സംസാരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീയും ആ കൂട്ടത്തിൽ തന്നെ പെട്ടതല്ലേ? അങ്ങനെ അവർ വെറുതെ ജോളിയാവാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അനി നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? അപ്പോൾ അനി പറയുന്നുണ്ട്, വേണ്ട, നിങ്ങൾ പോയിക്കോ. അതെന്താടാ നീ അങ്ങനെ പോകുന്നേ? എനിക്ക് ഒരാളെ കാണാനുണ്ട്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടുന്ന് വേഗം എസ്കേപ്പ് ആവുകയാണ്.
അനി അവിടുന്ന് പോകുമ്പം അവർ പറയുന്നുണ്ട്, എടി നന്ദു, അവന് നിന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നാണ് തോന്നുന്നത്, അത് അവൻ്റെ മുഖം പറയുന്നുണ്ട്. അപ്പം നന്ദു പറയാണ്, നീയൊക്കെ ആ വിഷയം വിട്, ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടും. നീയും അനിയൊക്കെ ഒരുപോലെയാ. പെണ്ണിൻ്റെ മനസ്സ് നീയൊന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, പ്രത്യേകിച്ചും മനക്കട്ടിയുള്ള പെണ്ണിൻ്റെ മനസ്സ്. അനി നന്ദുവിനെ നോക്കിയിട്ട് സങ്കടത്തോടെ ചിരിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് നന്ദുവിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അനി അവിടുന്ന് പോയ സമയത്ത് നന്ദു ചിന്തിക്കുകയാണ്, എത്രയൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ പാളിപ്പോവും. കാരണം ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച ആളാണ് അനി എൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോകാൻ സമയമെടുക്കും. അതേസമയം അനി നേരെ പോയത് അനാമികയുടെ അരികിലേക്കാണ്. അനാമിക അനി വരുന്ന കണ്ടപ്പം ഭയങ്കര സർപ്രൈസ് ആവുകയാണ്. അവൾ പറയുന്നുണ്ട്, ഇതൊരു അത്ഭുതമാണല്ലോ, എന്നെ കാണണമെന്ന് നീ പറഞ്ഞല്ലോ. അപ്പം അനി പറയാണ്, നീ നാളെ എൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, അപ്പോൾ പിന്നെ കാണണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ ആ ബോധമൊക്കെ വന്നു തുടങ്ങിയല്ലേ? എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിനക്ക് എന്തോ നിരാശയൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് നിൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ അമ്മയും പറയുന്നത് നീ ഒറ്റപ്പെട്ട് വീട്ടിലിരിക്കുകയാണെന്നാ. അപ്പോൾ നീ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? അനി ചോദിക്കുന്നുണ്ട്. എന്തു പറയാൻ? നന്ദുവിൻ്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? അവളുടെ കാര്യം പറയാൻ ഇടയ്ക്ക് ഞാൻ അവിടെ വന്നിരുന്നു. അപ്പോൾ കണ്ടത് നന്ദുവിൻ്റെ അമ്മയാ. ഓ അത് ശരി, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലേ? അനി ചോദിക്കുന്നുണ്ട്. ഇത് നിന്നോട് പറയണ്ടെന്ന് കരുതിയതാ, പക്ഷേ കല്യാണമൊക്കെ അടുത്തതുകൊണ്ട് നമുക്കിടയിൽ ഇനി രഹസ്യങ്ങളൊന്നും ഉണ്ടാവുന്നത് ശരിയല്ല. അത് പിന്നെ നന്ദുവിൻ്റെ അമ്മയോട് നീ എന്താ പറഞ്ഞേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ സംശയം ആശങ്കയൊക്കെ ഞാൻ അവരെ അറിയിച്ചിരുന്നു. അപ്പം അനി ആകെ ഡെസ്പാവുകയാണ്. നീ എന്താ ആലോചിക്കുന്നേ? ഇനിയിപ്പോൾ അതിനെപ്പറ്റി കടന്നൊന്നും ചിന്തിക്കണ്ട. എങ്കിലും നീ അവരെ കണ്ട് സംസാരിച്ചത് വളരെ മോശമായിപ്പോയി. അപ്പോൾ അവൾ പറയാണ്, ഞാൻ സ്നേഹിക്കുന്ന അനിയെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ചിലപ്പോൾ എല്ലാ വഴിയും സ്വീകരിച്ചു വന്നിരിക്കും. അപ്പം അനി ചിന്തിക്കുന്നുണ്ട്, ഇനി അതുകൊണ്ടായിരിക്കോ നന്ദു അകന്നു മാറി പോയത്? അപ്പോൾ അവൾ പറയാണ്, ദേ അബദ്ധത്തിലാണ് എൻ്റെ നാവിന്ന് വീണത്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പലപ്പോഴും ഓവർ സ്മാർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കാര്യത്തിൽ ആദ്യം നടന്നത് പെണ്ണ് കാണലല്ല, ആണ് കാണലാ. എന്നുവെച്ചാ എടോ, ഞാനും എൻ്റെ ബന്ധുക്കളും നിൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് പകരം നീ ഇടിച്ചു കയറി എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. എൻ്റെ കാര്യം അങ്ങനെയാടാ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, പിന്നെ അത് നിന്നെയും അറിയിക്കേണ്ടവരെയും അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് അകൽച്ച തോന്നിയത് നിൻ്റെ ഈ എടുത്തുചാട്ടം കണ്ടിട്ടാ. അതൊരിക്കലും എൻ്റെ സ്വഭാവമായിട്ട് ഒത്തുപോകുന്നതല്ല. എന്നെക്കാളും എടുത്തുചാട്ടമുള്ളവളാണല്ലോ നീ ഈ പറയുന്ന നന്ദു. നീ തന്നെ പറഞ്ഞിട്ടില്ലേ അവൾ ഒറ്റയടിക്ക് 4-5 പേരെ ഇടിച്ച് ചവിട്ടി പണിയാക്കുന്നൊക്കെ. അതൊരു എടുത്തുചാട്ടാണോ? അവൾ തെറ്റ് കണ്ടാൽ എതിർക്കും, അതങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അതിപ്പോൾ നന്ദു മാത്രമല്ല, നയനേടത്തിയും അങ്ങനെ തന്നെയാ. കൂട്ടത്തിൽ ഇത്തിരി പിന്നോട്ടുള്ളത് നവ്യേടത്തിയാ, പക്ഷേ അവരും ഇപ്പം മാറി വരുന്നുണ്ട്. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നീയും നിൻ്റെ വീട്ടിലുള്ളവരും എന്നെ പുകഴ്ത്തിയായിരിക്കും പിന്നീട് സംസാരിക്കുന്നത്. ഒരു വീട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നീ ഒറ്റ മോളാ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ ഒറ്റയ്ക്ക് വളർന്നവർക്ക് വാശിയും നിർബന്ധമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ എൻ്റെ വീടിനൊരു താളമുണ്ട്, അത് നിലനിർത്തി കൊണ്ടുപോകുന്നത് എൻ്റെ മുത്തശ്ശനാണ്. എൻ്റെ വീട്ടിൽ മുത്തശ്ശൻ്റെ ശബ്ദത്തിന് മുകളിൽ ഒരാളുടെ ശബ്ദം ഉയരില്ല. പിന്നെ ഇപ്പം മുത്തശ്ശനൊരു അസുഖം വന്നതുകൊണ്ട് അദ്ദേഹം കുറച്ച് പിന്നോട്ടാണ്. പക്ഷേ ഞങ്ങൾക്കൊക്കെ പവറുള്ള മുത്തശ്ശനെയാണ് ഇഷ്ടം. പക്ഷേ ആദർശേട്ടനും അഭിയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നടക്കാറുണ്ട്. അവിടുത്തെ സിസ്റ്റം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി, ഞാൻ അതിനനുസരിച്ച് പൊക്കോളാം. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനായിരിക്കും. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അനാമിക കാറിൽ കയറുന്ന സമയത്ത് അനി ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഇവൾ നന്ദുവിൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് ആർക്കറിയാം? ഇനി ഇവരെല്ലാവരും പറഞ്ഞ് നന്ദുവിനെ തിരുത്തിയതായിരിക്കുമോ? നയന പൂജാമുറിയിലാണ്. വിഗ്രഹത്തെ നോക്കിക്കൊണ്ട് അവൾ പറയുന്നുണ്ട്, എൻ്റെ വിഘ്നേശ്വര, ഈ വിഗ്രഹം ഓടി പിടിപ്പിച്ചതിന് ശേഷമാണ് എനിക്കും എൻ്റെ ചേച്ചിക്കും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഭഗവാൻ സഹായിച്ച് ആദർശേട്ടനും മാറിക്കൊണ്ടിരിക്കുക. ഞാൻ കാരണം അദ്ദേഹത്തിന് നേട്ടങ്ങൾ ഉണ്ടാവുന്നത് എന്നോടുള്ള സ്നേഹം കൂടാൻ കാരണമാവും. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്ന ഈ മീറ്റിംഗ് വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റണേ. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത ആ ഡ്രസ്സ് അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവണേ. അതുമൂലം അദ്ദേഹത്തിന് നേട്ടങ്ങൾ ഉണ്ടാവണേ. അവൾ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദേവയാനിയാണെങ്കിൽ ആദർശിൻ്റെ വരവ് കാത്തിരിക്കുന്നുണ്ട്. കൂടെ തന്നെ ജലജയും ജയനും ഒക്കെ ഉണ്ട്. ജലജ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടത്തി ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളല്ലേ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തത്, അതുകൊണ്ട് പോയ കാര്യം നടക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അതെന്താ ജലജ നീ അങ്ങനെ പറയുന്നത്? ഇന്നത്തെ മീറ്റിംഗ് വിജയിച്ചാലും ഇല്ലെങ്കിലും നയനമോൾ ആദർശിൻ്റെ ഐശ്വര്യ. അത് ഓണത്തിൻ്റെ സെയിൽ കണ്ടാൽ മനസ്സിലാവും. കല്യാണ പാർട്ടികളെല്ലാം ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയിലേക്കാണ് വരുന്നത്. ഇനി നയന ഈ വീട്ടിലെ മരുമകളല്ല എന്നിരിക്കട്ടെ, നീയും ഇവളും ഉൾപ്പെടുന്നവർ നയന ഡിസൈൻ ചെയ്യുന്ന ഓർണമെൻറ്റ്സ് ആയിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശിയും അനിയുടെ അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, അവൻ വന്നില്ലേ ജയ? ഇല്ല അമ്മേ. എങ്കിൽ പിന്നെ ഒന്ന് വിളിച്ചു നോക്കിക്കൂടായിരുന്നോ? എന്തിനാടാ, അവൻ ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്? നയനമോൾ ഇന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് അവളിന്ന് ആകെ ടെൻഷനില്ല, മുത്തശ്ശി പറയുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല അമ്മേ, നയന ഇന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ ആദർശ് ഇന്ന് പോയ കാര്യം നടക്കില്ല എന്ന് ചിലരിവിടെ വിധി എഴുതി. അതിൻ്റെ പേരിലാണ് മോക്ക് ടെൻഷൻ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നയനയും ആദർശ് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോവുക. ഇനി അവരെ തമ്മിൽ അകറ്റാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കണമല്ലോ.
അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പുഞ്ചിരിച്ച മുഖത്തോടെ കവറൊക്കെ ആയിട്ടാണ് വരുന്നത്. മുത്തശ്ശി എന്തായി ചോദിക്കുന്ന സമയത്ത് അവരുടെ കാല് തൊട്ട് തൊഴുതുകൊണ്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ ഓർഡർ കിട്ടി. അത് കേട്ടുകൊണ്ടാണ് നയന അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിക്കുകയാണ്. പക്ഷേ ദേവയാനിയുടെ മുഖവും ജലജയുടെ മുഖമൊക്കെ ഇരുണ്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് ഇട്ടതിൻ്റെ പേരിൽ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല, പക്ഷേ ആ ഡ്രസ്സിൻ്റെ പേരിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് നിന്റെ ഭാര്യ ഇന്ന് ഒരുപാട് പ്രാവശ്യം പൂജാമുറിയിൽ കയറി. മുത്തശ്ശി പറയാണ്, അതും ഈ വിജയത്തിൻ്റെ പിന്നിലുണ്ട്. അത് കേട്ടപ്പോൾ ആദർശ് നിറഞ്ഞ ചിരിയോടെ നയനയെ നോക്കുകയാണ്. അപ്പോൾ ജയനും പറയുന്നുണ്ട്, ഇനി ഇതുപോലെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടായാൽ മോള് തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്തവണത്തെ ഓണസെയിൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം ആണല്ലോ. അപ്പോൾ ആദർശും പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് ഇപ്പോൾ ജ്വല്ലറി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുശേഷം അവൻ കൊണ്ടുവന്ന സ്വീറ്റ് എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. നയനയുടെ അരികിലെത്തിയ സമയത്ത് നയനക്ക് മാത്രം കൊടുക്കുന്നുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവർക്കും അവൻ ആ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശൻ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന സമയത്ത് എന്ത് വിജയം ഉണ്ടായാലും അത് എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് പറയുമായിരുന്നു. വിവാഹശേഷം ഒരു ഭർത്താവിനുണ്ടാവുന്ന എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും അവൻ്റെ ഭാര്യയ്ക്ക് ഒരു പങ്കുണ്ടാവുമെന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ നിൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും നയന മോൾക്കും വലിയൊരു പങ്കുണ്ട്. ആദർശ് അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നയനയുടെ അരികിൽ പോയി നിൽക്കുകയാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിൻ്റെ ഭാര്യ നിൻ്റെ ബിസിനസ്സിലും സഹായിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റിൽ ഇരിക്കേണ്ടവളാണ് ഇവിടുത്തെ അടുക്കള പണിയും ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നയന മോൾക്ക് നിൻ്റെ അരികിൽ ഒരു സീറ്റ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ആദർശ് പുഞ്ചിരിക്കുകയാണ്. ജയൻ പറയുന്നുണ്ട്, ഇന്നത്തെ വിജയം ഞങ്ങളുടെ മുന്നിൽ വെച്ച് മോളുമായിട്ട് പങ്കിടാൻ നിനക്കൊരു ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് മോളെയും കൂട്ടി അകത്തേക്ക് ചെല്ല്. ശരി. ആദർശ് നയനയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. ഇനിയെങ്കിലും മരുമകൾ നല്ലവളാണെന്ന് നീ തിരിച്ചറിയണം ദേവയാനി. അത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് ആദ്യമായിട്ട് കയറി വരാൻ പോകുന്ന മരുമകള് നല്ലവളാ. ദേവയാനി പരിഹസിക്കുകയാണ്. അത് കേട്ടത് മുത്തശ്ശി ഒതുക്കുന്നുണ്ട്, എപ്പോഴും നീ പറയാറുണ്ടല്ലോ ആദ്യത്തെ മരുമോളെന്ന്. അപ്പോൾ പിന്നെ ഇപ്പോൾ പോയതാരാ? അവളുടെ ചേച്ചി ആരാ? അപ്പോൾ ജലജ പറയാണ്, അവരെയൊന്നും ഏട്ടത്തി ഇതുവരെ മരുമക്കളായി കണ്ടിട്ടില്ല. എങ്കിൽ നിന്നെയും മരുമകളായി കാണാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. മുത്തശ്ശി ദേഷ്യത്തോടെ പറയാണ്. നീ ഇത്രയായിട്ട് മാറിയില്ലേ ദേവയാനി? അത് മാറില്ല അമ്മേ. മക്കളെ അടക്കി പിടിക്കുന്ന അമ്മമാര് മരുമക്കളെ ഒരിക്കലും അംഗീകരിക്കില്ല. ജയം പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് മക്കളുടെ സ്നേഹം മൊത്തത്തിൽ കിട്ടണം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ അവനെ വളർത്തിയത്. 6-7 വയസ്സുവരെ എന്നും അസുഖമായിട്ട് കഴിഞ്ഞവനെ മറ്റുള്ള അമ്മമാർ നോക്കും പോലെയല്ല ഞാൻ നോക്കിയത്. അതുകൊണ്ട് അവൻ മറ്റുള്ളവർക്ക് എന്നേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് നോവും. ദേവയാനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ ജയം പറയുന്നുണ്ട്, ഇതാണ് കുഴപ്പം ഏട്ടാ, അതുകൊണ്ടൊന്നും മിണ്ടണ്ട. ആദർശ് ഇപ്പോൾ നയനക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം ജലജ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അതിനെ രണ്ടിനെയും വേർപിരിക്കണം. മുറിയിലെത്തുന്ന സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും മധുരം കൊടുത്തു, എനിക്ക് മാത്രം എന്താ തരാതിരുന്നേ? നിനക്കേ ഇരട്ടി മധുര തരാൻ പോകുന്നേ. എന്ന് വെച്ചാ ആ ബാഗിങ് തന്നെ. അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിയിട്ട് ആദർശ് ഡയറി മിൽക്ക് എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. ഇതെന്താ എനിക്ക് മാത്രം ചോക്ലേറ്റ്? എന്നിട്ട് ഈ ഡ്രസ്സ് നീയല്ലേ സെലക്ട് ചെയ്ത് തന്നത്? നീ പറഞ്ഞതുപോലെ ആ മീറ്റിംഗ് സക്സസ് ആവുകയും ചെയ്തു. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് അല്ലേ തരേണ്ടത്? ഇതല്ലേ നിൻ്റെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്? അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തുടങ്ങിയല്ലേ? ഇത്രയും നാളെ നീ എൻ്റെ കൂടെ കഴിയുമല്ലേ? അപ്പോൾ പിന്നെ നിൻ്റെ ഇഷ്ടങ്ങൾ അറിയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതിനുശേഷം അവൻ ചിന്തിക്കുകയാണ്, ഈ സമയത്ത് നിൻ്റെ കവിളിലൊരു ചുംബനം തരണമെന്നുണ്ട്, പക്ഷേ എന്തോ എനിക്കതിനുള്ള ധൈര്യമില്ല. അപ്പം നയന ചോദിക്കണ്ടേ, എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇന്ന് ഇട്ടുകൊണ്ട് പോയത് ലക്കി കളറിലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടേ ഇപ്പം എന്തായി? അപ്പം ആദർശ് പറയുന്നുണ്ട്, ഇപ്പോഴേ എൻ്റെ ലക്ക് എൻ്റെ ഭാര്യയാ. അപ്പം നയന അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്, അതേ, ഇത് ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണോ? നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അല്ല, മുത്തശ്ശന് വേണ്ടിയാണല്ലോ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നതൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എങ്കിലും യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. നീ ഇന്ന് ഈ ഷർട്ട് സെലക്ട് ചെയ്തു തന്നു, ഇത് ഭാഗ്യമായിരിക്കും എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ ഞാനത് അംഗീകരിക്കണ്ടേ? എൻ്റെ ഈ സന്തോഷം വെറൊരു ചോക്ലേറ്റിൽ ഒതുങ്ങുന്നതല്ല. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ. എനിക്കൊരു സ്വർണ്ണക്കൊലുസ് തന്നില്ലേ, തൽക്കാലം അത് മതി, വേറൊന്നും വേണ്ട. അപ്പോൾ ആദർശ് സന്തോഷത്തോടെ പറയാണ്, എടി നിൻ്റെ ഡിസൈൻസ് കൊണ്ട് ഈ ചിങ്ങമാസത്തിൽ കോടികളുടെ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത്. അത് വെറൊരു പാദസരത്തിൽ ഒതുക്കുന്നതിൽ അർത്ഥമില്ല. നിനക്കേ ഓണത്തിന് എന്താ വേണ്ടത്? ഇപ്പോൾ ഉള്ളതിൻ്റെ 10 ഇരട്ടി സ്നേഹം. ആദർശേട്ടൻ ഒരു കാര്യം അറിയോ? ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് സമയം പൂജാമുറിയിലായിരുന്നു. ആദർശേട്ടൻ ഇന്ന് മടങ്ങി വരുമ്പോൾ ചിരിച്ച മുഖത്തോടെ മടങ്ങി വരണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഒരുപക്ഷെ ആദർശേട്ടൻ്റെ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് ആദർശേട്ടൻ സക്സസ് ആവരുതെന്ന് പ്രാർത്ഥിച്ച ദിവസമായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, മരുമോളോട് അത്രയ്ക്ക് ദേഷ്യം ഇപ്പോഴും അമ്മയുടെ മനസ്സിലുണ്ട്. എനിക്കറിയാം, ഇന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നത് നീയാണെന്ന് ഒരു കാരണവശാലും ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അമ്മയുടെ സ്വഭാവം നിനക്കും അറിയാലോ. വെറുതെ അമ്മമാരുമായിട്ട് മത്സരിക്കേണ്ട. അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നയനയും പറയാണ്, ഞാൻ അതിനാ ശ്രമിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അവൾ സന്തോഷത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.